ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് YPF-നോടനുബന്ധിച്ച് ഒരു ചെയർമാനായിരിക്കുവാൻ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ തന്ന ഭാഗ്യത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പം തൊട്ട് ഏബൽ പറഞ്ഞിട്ട് കുറേ നാളായി വന്നു. ഞാൻ ഇന്നാണ് കർത്താവ് എന്ത് പറയണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ദൈവാത്മാവ് എന്നെ തട്ടി ഉണർത്തിയതുപോണമാണ് ഈ വാക്യം എൻ്റെ മനസ്സിൽ കൊണ്ടുവന്നത്. അതിനാൽ തന്നെ ഞാൻ ആ വാക്യത്തിൽ നിന്നും എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കാനും ഞാൻ അപേക്ഷിക്കുന്നു. അതിനായി നമ്മുടെ ധ്യാനത്തിനായി ആവർത്തനം എഴുതിയ പുസ്തകം ഡ്യൂട്രോണമി ചാപ്റ്റർ 6 വേഴ്സ് 24 and 25. ആവർത്തനം എഴുതിയ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം വാക്യങ്ങൾ. നമുക്ക് തിരുവചനത്തിന് ദൈവം നമ്മളോട് ഇടപെടേണ്ടതിന് നമുക്ക് ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം തന്ന നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തിരുവചനത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഹൃദയംഗമായി സംസാരിക്കണം. ഇതിൻ്റെ ഒരു ഉത്തരം ദൈവത്തിന് ആവശ്യമാണ് നമ്മളിൽ നിന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മളെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയാക്കേണ്ടതിന് ദൈവനാമത്തെ പ്രാർത്ഥിച്ച് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് നമുക്ക് നന്നായിരിക്കണം. എപ്പോഴും എല്ലാവരുടെയും ഒരു ആഗ്രഹം എനിക്ക് നന്നായിരിക്കണം. അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നമുക്ക് നന്നായിരിക്കണമെന്ന് ആഗ്രഹം ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കുഞ്ഞുങ്ങളോട് എല്ലാവരോടും ഉള്ള ചോദ്യമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് നന്നായിരിക്കണം. എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് പോകണം, അല്ലേ? നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ അത് ഒരു സ്മൂത്ത് ജേണി ആയിരിക്കണം. നമ്മളുടെ ലൈഫ് ഒരു സ്മൂത്ത് ആയിരിക്കണം. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മളുടെ ഒരു ആകാംക്ഷയല്ല ലൈഫ് ഒന്ന് സ്മൂത്തായി പോയായിരുന്നെങ്കിൽ എന്നാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷെ തിരുവചനം നമ്മളോട് പറയുന്നത് എല്ലായ്പ്പോഴും നമുക്ക് നന്നായിരിക്കാൻ ദൈവം നമുക്കൊരു അവസരം തരും. നമുക്ക് നന്നായിരിക്കേണ്ടതും ഇന്നത്തെ പോലെ അവൻ നമ്മെ ജീവനോടെ രക്ഷിക്കേണ്ടതിനും നാം നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാനും ഈ എല്ലാ ചട്ടങ്ങളും ആചരിക്കുവാനും യഹോവ നമ്മോട് കൽപ്പിച്ചു. അപ്പോൾ എങ്ങനെ നമുക്ക് നന്നായിരിക്കാം? നമ്മുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതം നല്ല സ്മൂത്തായിട്ട് പോകും. അത് ദൈവം അതിന് കുറച്ച് കൽപ്പനകൾ പറയുന്നുണ്ട്. 6-ാം അധ്യായം അതിൻ്റെ 4 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്ന കൽപ്പനകളാണ്: ഇസ്രായേലെ കേൾക്കുക, യഹോവ നമ്മുടെ ദൈവമാവുന്നു. യഹോവ ഏകൻ തന്നെ. യഹോവ നമ്മുടെ ദൈവമാണെന്നുള്ളൊരു ബോധം നമുക്ക് ജീവിതത്തിലുണ്ടാവണം. നമ്മൾ മനുഷ്യരിലല്ല നമ്മൾ നോക്കുന്നത്. ദൈവമായ യഹോവ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും. അതിൻ്റെ താഴോട്ടുള്ള വാക്യം ഞാൻ വായിക്കാം. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തെ നമ്മൾ എങ്ങനെ സ്നേഹിക്കണം? നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ദൈവവചനം നമ്മളുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ദൈവവചനം നമ്മൾ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മളുടെ യൂത്ത് പ്രോഗ്രാംസ് നമ്മൾ എന്തുകൊണ്ട് നടത്തുന്നു? നമ്മുടെ മക്കൾക്ക് നമ്മൾക്കറിയാവുന്ന ദൈവസത്യങ്ങൾ നമ്മളുടെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായി ഇരിക്കണം. അവയെ നിന്റെ വീടിൻ്റെ കട്ടിലിന്മേലും പടിവാതിലുകളിന്മേലും എഴുതണം. ഇങ്ങനെയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അവസാന ഇത്രയും കാര്യങ്ങളുടെ എൻഡാണ് 24-ഉം 25-ഉം വാക്യം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം ദൈവം നമ്മളുടെ ജീവിതത്തിൽ നിന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ നന്നായി ജീവിക്കണം. നമ്മൾ നന്നായി ജീവിക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായ കുറേ കാര്യങ്ങളാണ് ദൈവം കൽപ്പനയായിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്മൂത്തായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കും. എനിക്കും ആഗ്രഹമുണ്ട് എൻ്റെ ജീവിതം ഒന്ന് സ്മൂത്തായി പോയായിരുന്നെങ്കിൽ, ഈ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്ന്. പക്ഷേ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എങ്ങനെ സ്മൂത്താവും? ദൈവം പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രമാണിച്ച് ജീവിച്ചാൽ നമ്മളുടെ ലൈഫ് എപ്പോഴും സ്മൂത്തായിട്ടിരിക്കും. ഒരു എക്സാമ്പിൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ മുന്നിൽ ഒരു കൊട്ടാരവും കാണുകയാണ്, ഒരു കുടിലും കാണുകയാണ്.
നമ്മൾ ഏതിലായിരിക്കും എത്രയും പെട്ടെന്ന് അട്രാക്റ്റ് ആവുന്നത്? കൊട്ടാരത്തിലായിരിക്കും, ഒരു പാലസും ഒരു ചെറിയൊരു സ്മോൾ ഹട്ടും. അപ്പം നമ്മൾ ഏറ്റവും അട്രാക്റ്റ് ആയിട്ടിരിക്കുന്ന എന്തിലായിരിക്കും? പാലസിലായിരിക്കും. നമ്മൾ ആ പാലസ് കണ്ട് നമ്മൾ ഒത്തിരി അങ്ങ് ഒരു ഫസ്റ്റ് ലവ് എന്ന് പറയുന്നതുകൊണ്ട് ആ പാലസിലായിരിക്കും നമ്മളുടെ ആ ഫുൾ ശ്രദ്ധ. നമുക്ക് എപ്പോഴും പാലസിൽ കയറി പറ്റാനായിരിക്കും ചിന്ത. ആർക്കും ഹട്ടിലോട്ട് പോയി താമസിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ദൈവസന്നിധിയിൽ ദൈവവചനം നമ്മളുടെ ജീവിതത്തിൽ അതൊരു കൊട്ടാരമായിരിക്കണം. നമ്മൾ അതിനെ ദിവസവും നമ്മൾ എത്രത്തോളം ഇതിനെ ധ്യാനിക്കുകയും എത്രത്തോളം നമ്മൾ തിരുവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ, നമ്മൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്താൽ, ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ, വലിയ കാര്യങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ, ഇതൊരു മിറാക്കിളായിട്ട് ദൈവം നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ ഒരു മിറാക്കിൾ ചെയ്യുമെന്ന് ദൈവവചനത്തിൽ പറയും. നിങ്ങളെന്നെ പരീക്ഷിച്ച് നോക്കുകയും. എങ്ങനെ നമ്മൾ പരീക്ഷിക്കണം? നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണേണ്ടതിന്, നമ്മളുടെ എല്ലാം കണ്ണു തുറക്കേണ്ടതിനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ചതെന്ന് എല്ലാവരോടും എൻ്റെ നന്ദി അറിയിക്കുന്നു.